നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഒമിക്രോൺ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെത്തുന്ന എല്ലാ പ്രവാസികളും 7 ദിവസം ക്വാറന്റൈനിൽ കഴിയണമെന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ നയത്തിനെതിരെയുള്ള ഗൾഫിലെ പ്രവാസി മലയാളികളുടെ പ്രതിഷേധം അടങ്ങുന്നില്ല. കേരളത്തിലേക്കെത്തുന്ന എല്ലാ പ്രവാസികൾക്കും കേന്ദ്ര സർക്കാർ നിർദ്ദേശം അനുസരിച്ച് 7 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ചെറിയ അവധികൾക്കായി നാട്ടിലേക്ക് വരുന്ന പ്രവാസികൾക്ക് ഈ തീരുമാനം വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ബൂസ്റ്റർ ഡോസ് ഉൾപ്പെടെ 3ഉം 4ഉം ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണ് ഗൾഫിലെ പ്രവാസികൾ. ഒപ്പം യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂറിൽ ലഭിച്ച PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായാണ് നാട്ടിലേക്ക് എത്തിച്ചേരുന്നത്. 3ഉം 4ഉം ഡോസ് വാക്സിൻ സ്വീകരിച്ച ശേഷം നാട്ടിലേക്ക് ചെറിയ അവധിക്കെത്തുന്ന പ്രവാസികൾക്ക് ക്വാറന്റൈൻ നിർബന്ധമാക്കരുതെന്നാണ് അഭ്യർത്ഥന. പ്രവാസി വിരുദ്ധ നിലപാട് പിൻവലിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് പ്രവാസി ലീഗൽ സെൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ലോ റിസ്ക് രാജ്യങ്ങളുടെ പട്ടികയിലാണ് 6 ഗൾഫ് രാജ്യങ്ങളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തുന്നവർക്ക് ക്വാറന്റൈൻ ഇല്ലാത്തതും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ UAE പൗരന്മാർക്ക് പ്രഖ്യാപിച്ച യാത്രാ നിയന്ത്രണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. കോവിഡ് വാക്സിൻ സ്വീകരിക്കാത്ത പൗരന്മാർക്കാണ് UAEയിൽ വിദേശയാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൂർണ്ണമായും വാക്സിൻ സ്വീകരിച്ചവർ ബൂസ്റ്റർ ഡോസും എടുക്കണമെന്ന് നാഷണൽ ക്രൈസിസ് ആൻഡ് എമർജൻസി മാനേജ്മെന്റ് അതോറിറ്റിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രാലയവും അറിയിച്ചു. മെഡിക്കൽ കാരണങ്ങളാൽ ഒഴിവാക്കിയവർ, മാനുഷിക പരിഗണന അർഹിക്കുന്നവർ, ചികിത്സാവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർ എന്നിവർക്ക് വാക്സിൻ എടുക്കുന്നതിൽ ഇളവുണ്ട്. കോവിഡ് കേസുകൾ ഉയർന്നിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തെ ഫലപ്രദമായി നേരിടുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് പുതിയ നിയന്ത്രണം കൊണ്ടുവന്നതെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഫ്ലൂറോണ പ്രതിരോധ സംവിധാനത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന് UAE. പനി 39 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ നിൽക്കുന്നവർ ഫ്ലൂറോണ ടെസ്റ്റ് നടത്തണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. പകർച്ചപ്പനി അഥവാ ഇൻഫ്ലുവൻസയും കൊറോണ വൈറസും ഒന്നിച്ചു വരുന്ന രോഗമാണ് ഫ്ലൂറോണ. ഇത് രോഗപ്രതിരോധ സംവിധാനത്തെ ഗുരുതരമായി ബാധിക്കും. ഇൻഫ്ലുവൻസ PCR പരിശോധനകൾ നടത്തി രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഫ്ലൂറോണ ഉണ്ടോ എന്ന് ഉറപ്പാക്കണമെന്ന് ഡോക്ടർമാർ പറയുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലൂറോണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഇവ പിടിപെട്ടാൽ മാറാൻ സമയമെടുക്കുമെന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. മാത്രമല്ല, ദീർഘകാല പ്രതിരോധ ശേഷി കുറയാനും സാധ്യതയുണ്ട്. ഡെൽറ്റ, ഒമിക്രോൺ വകഭേദങ്ങൾ സംയോജിച്ച് വിവിധ രാജ്യങ്ങളിൽ ഡെൽമിക്രോൺ എന്ന പുതിയ വകഭേദവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാലദേശഭേദം എന്നീ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട പുതിയ വകഭേദമായി അതിജീവിക്കുന്ന വൈറസുകൾക്കെതിരെ പ്രതിരോധം ശക്തിപ്പെടുത്തുക മാത്രമാണ് മാർഗമെന്നും ഡോക്ടർമാർ പറയുന്നു. ആഗോള പ്രൊഫഷണലുകളെ ലക്ഷ്യമിട്ട് ദുബായ് ടാലന്റ് പാസ് പ്രഖ്യാപിച്ചു. 3 വർഷത്തെ റെസിഡന്റ് വിസയും ദുബായ് എയർപോർട്ട് ഫ്രീ സോണിൽ പ്രവർത്തിക്കാനുള്ള ഫ്രീലാൻസ് ലൈസൻസും ചേർന്നതാണ് ടാലന്റ് പാസ്. മാധ്യമങ്ങൾ, വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ, കല, മാർക്കറ്റിംഗ്, കൺസൾട്ടൻസി തുടങ്ങി ആഗോളതലത്തിൽ വിവിധ മേഖലകളിലെ പ്രൊഫഷണലുകളെയാണ് ലക്ഷ്യമിടുന്നത്. ഫ്രീ സോൺ മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനൊപ്പം വിദഗ്ധ നൂതന സംരംഭങ്ങളുടെ ലക്ഷ്യകേന്ദ്രമായി ദുബായിയെ മാറ്റുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഫ്രീ സോണിൽ കുറഞ്ഞ ചിലവിൽ ഓഫീസ് വാടകയ്ക്കെടുക്കുവാനും അവസരമൊരുക്കും. രാജ്യാന്തര കമ്പനികൾ മുതൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വിവരങ്ങൾ ലഭ്യമാകുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്കും ഇവർക്ക് അനുമതി നൽകും. ഇതിലൂടെ ജോലി, കരാർ സേവനങ്ങൾ എന്നിവയ്ക്കായി ഉപഭോക്താക്കളെ എളുപ്പത്തിൽ ബന്ധപ്പെടുവാനും അവസരമൊരുക്കും. ഭാവിയിലെ വെല്ലുവിളികളെ ലക്ഷ്യമിടാനും പോരാട്ടം ഏകീകരിക്കുവാനും ലക്ഷ്യമിട്ട് UAEയുടെ കര, നാവിക, വ്യോമസേനകൾക്ക് സംയുക്ത പരിശീലനം ആരംഭിച്ചു. ഏത് അടിയന്തര സാഹചര്യങ്ങളിലും 24 മണിക്കൂർ സേവനം ലഭ്യമാകുന്ന ജോയിന്റ് എമിറേറ്റ് ഷീൽഡ് 50ന്റെ നേതൃത്വത്തിലാണ് പരിശീലനവും അഭ്യാസ പ്രകടനവും നടക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. UAEയുടെ മാരിടൈം തിയേറ്ററിന് പടിഞ്ഞാറ് ഭാഗത്താണ് 14 വരെ നീണ്ടുനിൽക്കുന്ന പരിശീലനമെന്ന് സംയുക്ത ഓപ്പറേഷൻസ് കമാൻഡർ മേജർ ജനറൽ സാലിക് മുഹമ്മദ് ബിൻ മുജ്റൈൻ അൽ അമീരി പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ കാർഗോ കോംപ്ലക്സ് തുടങ്ങണമെന്ന യാത്രക്കാരുടെ ആവശ്യം യാഥാർത്ഥ്യമാകുന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ കാർഗോ കോംപ്ലക്സിന്റെ ആദ്യഘട്ടം ഉടൻ പൂർത്തിയാകുമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. വിമാനത്താവളത്തിനോട് ചേർന്ന സ്ഥലത്ത് 1200 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് കാർഗോ കോംപ്ലക്സ് ഒരുക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് കാർഗോ കോംപ്ലക്സ് നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചത്. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി, എയർപോർട്ട് ഇക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി, കസ്റ്റംസ് എന്നീ വിഭാഗങ്ങളുടെ പരിശോധനകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഉടൻ പ്രവർത്തനം തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആഭ്യന്തര, രാജ്യാന്തര ചരക്കുകൾ ഉൾപ്പെടെ ഇവിടെ 2 ഭാഗങ്ങളായി കൈകാര്യം ചെയ്യും. 7000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള ആധുനിക കാർഗോ കോംപ്ലക്സിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. ഡിസംബറോടെ പൂർത്തിയാക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണ ചരക്കുകൾ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യത്തിന് പുറമെ പച്ചക്കറികൾ, പഴങ്ങൾ, മാംസം, മത്സ്യം, പൂക്കൾ, മരുന്നുകൾ, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ കേടുകൂടാതെ സൂക്ഷിക്കുവാനും കയറ്റി അയക്കാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ടാകും. കോവിഡ് വ്യാപനം കുതിച്ചുയരുന്ന സാഹചര്യത്തിലും സൗദിയിൽ യാത്രാവിലക്ക് നടപ്പാക്കേണ്ടി വരില്ല എന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ അലി വ്യക്തമാക്കി. കോവിഡ് വ്യാപനത്തെ നേരിടുന്നതിൽ സമൂഹം സുപ്രധാന നേട്ടങ്ങൾ കൈവരിച്ചു.
തൊഴിലാളികൾ തൊഴിലിടങ്ങളിലേക്ക് മടങ്ങിയതും നേരിട്ടുള്ള വിദ്യാഭ്യാസം പുനരാരംഭിച്ചതും നേട്ടങ്ങളുടെ ഭാഗമാണ്. തവൽക്കന ആപ്പ് ഉപയോഗിച്ച് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ഇനിയും തുടരാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സൗദിയിൽ പുതുതായി 3460 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. നിലവിലെ രോഗബാധിതരിൽ 843 പേർ സുഖം പ്രാപിച്ചു. ഇതോടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കേസുകളുടെ എണ്ണം 5,78,753 ആയി. ഇവരിൽ 5,46,614 പേർ രോഗമുക്തി നേടി. ഒരു മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 8,893 ആയി. നിലവിൽ 23,246 രോഗികളാണ് രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇവരിൽ 141 പേരുടെ നില ഗുരുതരമാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.